ഹായ് ഹലോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICT ടെക്സ്റ്റ് ബുക്കിലെ ഡിസീസസ് ഓഫ് ഐ ആൻഡ് അഡ്ലറ്റ്സ് ഇതിൻ്റെ മേജർ കോഡിംഗ് ഗൈഡ് ലൈൻസ് ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിളായിട്ടുള്ള ഒരുപാട് കോഡിംഗ് ഗൈഡ് ലൈൻസ് ഒന്നും ഇല്ലാത്തൊരു ചെറിയ ചാപ്റ്ററാണ്. ഇതിനധികം ക്വസ്റ്റ്യൻസും വരാറില്ല. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ മേജർ കോഡിംഗ് ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ തന്നെ ഗ്ലൂക്കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഐയിൽ ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്നതുണ്ട്. ഈ ഒപ്റ്റിക് നെർവ് ഡാമേജ് ആവുന്ന ആ ഒരു കേസാണ് ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. അപ്പോൾ ഡാമേജ് ആകുമ്പോൾ നമുക്കൊന്നെങ്കിൽ ബ്ലൈൻഡ്നെസ്സോ അല്ലെങ്കിൽ വിഷൻ ലോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ആ ഒരു ഇതിനെ നമ്മൾ ആ ഒരു ഡിസീസ് ആ ഒരു കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൂക്കോമ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യനിൽ കോഡ് വരുന്നത് H40 ആണ്. H40 കോഡുകളാണ് ഗ്ലൂക്കോമയിൽ നമ്മൾ അസൈൻ ചെയ്യുന്ന കോഡുകൾ. അപ്പോൾ ഗ്ലൂക്കോമ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പം നമ്മൾ ആദ്യം കോഡ് ചെയ്യേണ്ടത് ടൈപ്പ് ഓഫ് ഗ്ലൂക്കോമ. അതായത് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് ഗ്ലൂക്കോമയാണ്. ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമയാണോ, ആംഗിൾ ക്ലോഷർ ഗ്ലൂക്കോമ, അതായത് ക്ലോസ് ആംഗിൾ, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്ലൂക്കോമയുണ്ട്. ലൈക്ക് ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ ഉണ്ട്, ക്ലോസ് ആംഗിൾ ഗ്ലൂക്കോമ, കോൺജനിറ്റൽ, അതായത് ബൈ ബോൺ നമുക്കുണ്ടാവുന്ന ഗ്ലൂക്കോമയാണ് കോൺജനിറ്റൽ ഗ്ലൂക്കോമ, പിന്നെ സെക്കൻഡറി ഗ്ലൂക്കോമ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്ലൂക്കോമയുണ്ട്. അപ്പോൾ അത് ഏത് ടൈപ്പ് ഓഫ് ഗ്ലൂക്കോമയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. അപ്പോൾ അതാണ് ഫസ്റ്റ് കോഡ്, ടൈപ്പ് ഓഫ് ഗ്ലൂക്കോമ. അതിനുശേഷം ഏത് ഐയിലാണ്, അതായത് ലെഫ്റ്റ് ഐ ആണോ, അതുപോലെ റൈറ്റ് ഐ ആണോ, ബൈലാറ്ററൽ ആണോ, ബോത്ത് ഐ ആണോ, അത് നമ്മൾ എന്ത് ചെയ്യുക, കോഡ് ചെയ്യുക. അതുപോലെ സ്റ്റേജ് ഓഫ് ഗ്ലൂക്കോമ, ഏത് സ്റ്റേജ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്യുക, കോഡ് ചെയ്യാം. ഇനി ബൈലാറ്ററൽ ഗ്ലൂക്കോമ വിത്ത് സെയിം സ്റ്റേജ് ആൻഡ് ടൈപ്പ്. ഇപ്പോൾ രണ്ട് കണ്ണിലും ആ ഒരു ഗ്ലൂക്കോമ ഉണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഐ, അതാണ് ബൈലാറ്ററൽ എന്ന് പറയുന്നത്. ബൈലാറ്ററൽ ഗ്ലൂക്കോമയാണ്, സെയിം സ്റ്റേജും ആണ്, സെയിം ടൈപ്പും ആണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ബൈലാറ്ററൽ ഗ്ലൂക്കോമ, ബോത്ത് ഐയിൽ ഗ്ലൂക്കോമയുണ്ട്, സെയിം സ്റ്റേജാണ്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് സ്റ്റേജാണ്, ടൈപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമയാണ്. അപ്പോൾ സെയിം സ്റ്റേജും ആണ്, സെയിം ടൈപ്പും ആണ്, രണ്ട് ഐയിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, അസൈൻ കോഡ് ഓഫ് ബൈലാറ്ററൽ ഗ്ലൂക്കോമ. ബൈലാറ്ററൽ ഗ്ലൂക്കോമേൻ്റെ കോഡാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ സെപ്പറേറ്റ് നമ്മൾ കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബൈലാറ്ററൽ ഗ്ലൂക്കോമ എന്താണോ അതിൻ്റെ കോഡായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, കോഡ് ചെയ്യേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഒന്നും അല്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്, അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വരാറുമില്ല. അപ്പോൾ ഈ ബൈലാറ്ററൽ ഗ്ലൂക്കോമേൻ്റെ കേസിൽ സെയിം സ്റ്റേജ് സെയിം ടൈപ്പ് ആണെങ്കിൽ സിമ്പിളാണ്. ബൈലാറ്ററൽ ഗ്ലൂക്കോമേൻ്റെ ആ ഒരു കോഡ് മാത്രം അസൈൻ ചെയ്താൽ മതി. ഇനി ബൈലാറ്ററൽ ഗ്ലൂക്കോമ വിത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഡിഫറെൻറ്റ് സ്റ്റേജാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ബൈലാറ്ററൽ ഗ്ലൂക്കോമേൻ്റെ കോഡ് കൊടുത്തിട്ട് രണ്ടാമത്തത് കോഡ് ഫോർ ഈച്ച് ഐ ഓൾസോ, അത് ഐ ആണ്, ഐയിൻ്റെ കോഡ് നമ്മൾ കൊടുക്കണം. അതായത് ഇപ്പം ലെഫ്റ്റ് ഐയിലാണെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പാണ്, ഏത് സ്റ്റേജാണ്, അതുപോലെ റൈറ്റ് ഐക്ക് ഏത് സ്റ്റേജാണ്, ഏത് ടൈപ്പാണ്, അങ്ങനെ നമ്മൾ രണ്ടും എന്ത് ചെയ്യണം, കോഡ് ചെയ്യണം. അപ്പം സെയിം സ്റ്റേജും സെയിം ടൈപ്പും ആണെന്നുണ്ടെങ്കിൽ ബൈലാറ്ററൽ ഗ്ലൂക്കോമ മാത്രം കോഡ് ചെയ്താൽ മതി. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജും ഡിഫറെൻ്റ് ടൈപ്പും ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് നമ്മൾ കോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തത്, ഇഫ് എ പേഷ്യൻ്റ് ഈസ് അഡ്മിറ്റഡ് വിത്ത് ഗ്ലൂക്കോമ ആൻഡ് ദ സ്റ്റേജ് പ്രോഗ്രസസ് ഡ്യൂറിങ് ദ അഡ്മിഷൻ, അസൈൻ ദ കോഡ് ഫോർ ഹയസ്റ്റ് സ്റ്റേജ് ഡോക്യുമെൻറ്റഡ്. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഗ്ലൂക്കോമ ആയിട്ട് അഡ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് സ്റ്റേജ് പ്രോഗ്രസ് ചെയ്തത്. അതായത് ഇപ്പം ഒരു പേഷ്യൻ്റ് ഗ്ലൂക്കോമയായിട്ട് വന്നു, അടുത്ത സ്റ്റേജിലേക്ക് അഡ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് സ്റ്റേജ് പ്രോഗ്രസ് ആയത്, അതായത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോയതെങ്കിൽ നമ്മൾ ഹയസ്റ്റ് സ്റ്റേജ് ഏതാണോ അതായിരിക്കണം കോഡ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഗ്ലൂക്കോമ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ സ്റ്റേജ് 1 ആയിരുന്നു, പക്ഷേ അഡ്മിഷന് ശേഷം സ്റ്റേജ് 2ലേക്ക് മാറിയെന്നുണ്ടെങ്കിൽ അവിടെ ഹയസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റേജ് 2 ആണ്, അതായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോഡ് ചെയ്യേണ്ടത്. ഇനി ഇൻ്റർമീഡിയറ്റ് ഗ്ലൂക്കോമ ഉണ്ട്. ഇൻ്റർമീഡിയറ്റ് ഗ്ലൂക്കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7th ക്യാരക്ടർ, അതായത് നമുക്കറിയാം 7th ക്യാരക്ടർ ഉണ്ടെന്നുള്ളത് ചില കോഡുകളിൽ, ആ 7th ക്യാരക്ടർ നമ്മൾ 4 ആയിട്ട് കൊടുക്കുമ്പോൾ ഇൻ്റർമീഡിയറ്റ് ഗ്ലൂക്കോമയുടെ കോഡായി. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഗ്ലൂക്കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7th ക്യാരക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും, 4 ആയിരിക്കണം. ഇനി അൺക്വാളിഫൈഡ് വിഷ്വൽ ലോസ് ബോത്ത് ഐസ്, അതായത് രണ്ട് ഐസിലും വരുന്ന വിഷ്വൽ ലോസ് ആണെങ്കിൽ H54.3, അൺക്വാളിഫൈഡ് വിഷ്വൽ ലോസ് 1 ഐ ആണെന്നുണ്ടെങ്കിൽ H54.6, ഇനി അൺസ്പെസിഫൈഡ് ആയിട്ടുള്ള വിഷ്വൽ ലോസ് ആണെങ്കിൽ H54.7. അപ്പോൾ ഈ ഒരു രണ്ട് ഇതായിട്ടേ ഉള്ളൂ മേജർ കോഡിംഗ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിസീസസ് ഓഫ് ഐ ആൻഡ് അഡ്ലറ്റ്സ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ICD ചാപ്റ്ററുകളെന്ന് പറയുന്നത് ഈ ഒരു ഹൈപ്പർ ടെൻഷൻ, അതായത് അടുത്ത ചാപ്റ്ററാണ് ഹൈപ്പർ ടെൻഷൻ. അപ്പോൾ ആ ഒരു കോഡെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രഗ്നൻസി കോഡ്,
അതുപോലെ തന്നെ HIV ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കോഡ്. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. പക്ഷേ ഈ ചാപ്റ്ററൊക്കെ അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ചാപ്റ്ററുകളാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഹൈപ്പർ ടെൻഷൻ്റെ അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. കാരണം അതിനകത്ത് ഒരുപാട് കോഡുകൾ വരുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഹൈപ്പർ ടെൻഷൻ്റെ കോഡിംഗ് ഗൈഡ് ലൈൻസ് ഇടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.